കാസർഗോഡ് സ്വദേശിനിയായ ഒരു കൊച്ചുമിടുക്കി ഇതിലും വലിയ വണ്ടി ഓടിച്ചുകൊണ്ട് താമരശ്ശേരി ചുരം കടന്നു വരുന്നു. ആ കാഴ്ചയാണ് ഇനി കലൈഡോസ്കോപ്പിൽ. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഡ്രൈവിംഗ് പഠിച്ച ഈ മിടുക്കി സ്കൂളിൽ പോകാൻ വേണ്ടി സ്വന്തമായി വണ്ടി ഓടിക്കുന്നു. എന്നാൽ ലൈസൻസ് ഇല്ലാത്തതിനാൽ മറ്റ് അഭ്യാസങ്ങളൊന്നും കാണിക്കുന്നില്ല. പിന്നീടൊരു കാര്യം, ഈ വാർത്ത കണ്ടുകൊണ്ട് കൊച്ചുകുട്ടികൾ ഇതുപോലെ വാഹനമോടിക്കാൻ ശ്രമിക്കരുത്. ഹനുമാൻ ഗിയറിട്ട് ഹൈറേഞ്ച് കയറുന്ന ജീപ്പ് പോലും ഇസ്തിരിയിടുന്ന ലാഘവത്തോടെ ഈ കൊച്ചുമിടുക്കി ഓടിക്കും. സാധാ ലാംബി സ്കൂട്ടർ മുതൽ നല്ല പൊളപ്പൻ ശക്തിമാൻ ട്രക്ക് വരെ ഓടിച്ചു കാണിക്കുന്ന 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണിത്. കാസർഗോഡ് സ്വദേശി, പേര് ദീപ്തി. നിയമം അനുവദിക്കാത്തതുകൊണ്ട് 9ാം വയസ്സിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല. പക്ഷെ ഈ കുഞ്ഞു കൈകൾക്ക് മുന്നിൽ ഏത് സ്റ്റിയറിംഗും വളയും. സോഡാ ട്രേ കൊണ്ട് സീറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക മാത്രമേ വേണ്ടൂ. ഡ്രൈവർ റെഡി. ക്ലച്ചിലും ബ്രേക്കിലും കാലെത്തിച്ച് ഹോണടിച്ച് ഗിയർ മാറ്റി ദീപ്തി മുന്നോട്ട്. തിരക്കേറിയ റോഡിൽ വിറയലില്ലാത്ത ഡ്രൈവിംഗ് സീറ്റിലെ കുട്ടിത്താരത്തിന് പേടി അശേഷമില്ല. ഞാൻ ടൗണിലൊക്കെ പോയലുണ്ട്. ടൗണിലേക്ക് ബോവിക്കാനാർത്തുകളം പോയിന്. 25 കിലോമീറ്റർ പോയിന് ദൂരം. വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോകലുണ്ട്. വൈകുന്നേരം 2 കിലോമീറ്റർ. 25 കിലോമീറ്റർ വരെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തിട്ടുണ്ട് ഈ മിടുക്കി. സ്കൂളിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും വണ്ടി ഉരുട്ടും. ദീപ്തിയുടെ പിതാവ് ഗണേശാണ് ഗുരു. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിർത്തിയിട്ട വണ്ടിയിൽ തുടങ്ങിയ ഡ്രൈവിംഗ് പരിശീലനമാണിത്. ചുരുങ്ങിയ സമയം കൊണ്ട് ദീപ്തി മിടുക്കിയായ ഡ്രൈവറായി. ഒരേ ഒരു സങ്കടമേ ഉള്ളൂ ഈ കൊച്ചു ഡ്രൈവർക്ക്. ഇപ്പോൾ തന്നെ ലൈസൻസ് കിട്ടിയിരുന്നെങ്കിൽ സ്കൂൾ ബസ്സുമായി കൂട്ടുകാരെയും കൂട്ടി ഒന്ന് കറങ്ങാമായിരുന്നു. എത്ര ഓടിച്ചാലും മുക്കിന് വണ്ടി തട്ടിക്കുന്ന ബസ് ഡ്രൈവർമാരുടെ ശ്രദ്ധയ്ക്ക് ചേട്ടന്മാർ കാസർകോട്ടേക്ക് പോകുവാണെങ്കിൽ ദീപ്തി കുഞ്ഞിനോട് ചോദിക്കുക, വണ്ടി തട്ടാതെ എങ്ങനെ ഓടിക്കാമെന്ന്.